വാട്സ്ആപ്പ് ഗായ്സ്, പഴയ ഫോൺ. ഇറ്റ്സ് മീ എക്സ്പി. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു സ്പീഡ് ബ്രിഡ്ജ്, എങ്ങനെ നല്ല വൃത്തിക്ക് സ്പീഡ് ബ്രിഡ്ജ് ചെയ്യാമെന്ന് ഇന്നത് മനോഹരമായിട്ട് നമുക്ക് നോക്കാം. സോ മരം വെട്ടിക്കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങിയേക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഈ കാണിച്ചിരുന്ന ടെക്നിക്സ് എല്ലാം നിങ്ങൾ ഫുള്ള് പ്രാക്ടീസ് ചെയ്തതിന് മാത്രം നിങ്ങളൊരു പബ്ലിക് സെർവർ കയറിയിട്ട് യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. സോ ഗൈസ്, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കൺട്രോള്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ടുള്ള കൺട്രോൾ ഇതാണ്. അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ജസ്റ്റ് നിങ്ങളൊരു ബ്ലോക്ക് എടുക്കുക, എന്നിട്ട് നേരെ ഒരു 90 ഡിഗ്രി ആംഗിളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നേരെ പ്ലേസ് ചെയ്തിട്ട് ഓടുക. ആദ്യം നിങ്ങൾക്ക് നല്ല ടഫായിരിക്കും, പക്ഷെ മെല്ലെ മെല്ലെ അത് ശീലമായിക്കോളും. പ്രാക്ടീസ് ചെയ്യുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. നല്ലോണം പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് നല്ലോണം സ്പീഡ് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം രണ്ടാമത്തേനകത്ത് പോവാം. അപ്പോൾ സെക്കൻഡ് വൺ, ഫ്രണ്ട് വാർഡ് ഗോഡ് ബ്രിഡ്ജ്. ആരുടെ ഈ പേരിട്ടത്? അപ്പം ഇതും പറയുന്ന പോലെ അത്യാവശ്യം സിമ്പിളൊക്കെയാണ്, പക്ഷെ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബ്ലോക്ക് വെക്കുക, അതിൻ്റെ മേളിൽ കയറി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ജോയിസ്റ്റിക്ക് കുറച്ചങ്ങോട്ടൊരു 30 ഡിഗ്രിയിൽ വെക്കുക, അറ്റാക്ക് സ്വിച്ച് ഞെക്കിയിട്ട് ഓടുക. നിങ്ങൾ തനിയെ ആ ഫ്ലോയ്ക്ക് അങ്ങ് പൊക്കോളൂ, അവിടെ സീനില്ല. ഇതാണ് എനിക്ക് നോക്കിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഈ സാധനമാണ്, എളുപ്പമാണ്. കോമൺ ആയിട്ട് ജമ്പ് ബ്രിഡ്ജ് ചെയ്യുന്നത് PC പ്ലെയേഴ്സാണ്. അപ്പോൾ ഇത് ഈസിയാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ബ്ലോക്ക് വെക്കുക, എന്നിട്ട് ക്രൗച്ച് ചെയ്യുക അല്ലെങ്കിൽ സ്പ്രിൻറ്റ് ചെയ്യുക, അവിടെ ഇരിക്കുക. എന്നിട്ട് ജോയിസ്റ്റിക്ക് മേളിലേക്ക് വെച്ചിട്ട് ചാടിക്കൊണ്ട് അറ്റാക്ക് സ്വിച്ച് നിൽക്കുക. അത് നിങ്ങൾ 2 വിരലും ഒരു സൈഡിൽ യൂസ് ചെയ്യണം, മറ്റേ സൈഡിൽ ഒരു വിരൽ യൂസ് ചെയ്യണം. കുറച്ച് ടഫാണ്, പക്ഷേ സിമ്പിളാണ്. അപ്പം ഇതാണ് PC പ്ലെയേഴ്സ് അധികമായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനത് യൂസ് ചെയ്യുന്നത് കുറവാണ്, കാരണം ചാടിക്കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കൊരിതില്ല. അടുത്തത് ഏറ്റവും ഈസിയുള്ള സാധനം സേഫ് ബ്രിഡ്ജിങ് എന്ന് പറഞ്ഞാൽ 3-4 സ്റ്റെപ്പ് ബേക്കിലോട്ട് മാറി എന്നിട്ട് എറിയുന്ന പോലെ ബ്ലോക്ക് വെക്കുക. ഭയങ്കര സിമ്പിളാണ്. ഞാനൊരു കാണിച്ചു തരാം. ഇത് ഈസിയാണ് പറഞ്ഞ പോലെ തന്നെ, പക്ഷേ പ്രാക്ടീസ് വേണം. ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് ആദ്യം ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്യാം, എന്നിട്ട് ജോയിസ്റ്റിക്ക് മേളിലേക്ക് ആക്കിയിട്ട് അറ്റാക്കിന് തൊട്ടപ്പുറത്തുള്ള ബട്ടൺ, അതിൻ്റെ പേരെനിക്കറിയത്തില്ല, ആ സാധനം ഞെക്കുക. അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മുമ്പോട്ട് പൊക്കോളും. ഞെക്കുന്നതിന് മുമ്പ് ഒരു വട്ടം ചാടി കയറിയിട്ട് ഞെക്കണം. സംഭവം സിമ്പിളാണ്. അപ്പോൾ അടുത്തത് IC ബ്രിഡ്ജ്. ഇത് ഞാൻ എപ്പോൾ ചെന്നാലും കാണാം, ഏത് സെർവറിൽ കയറിയാലും നിങ്ങൾ കണ്ടാണ് വെച്ചാൽ ഈ സാധനം. ഇത് എളുപ്പമാണെന്ന് വെച്ചാൽ എളുപ്പമാണ്, പക്ഷേ ടഫാണ്. നിങ്ങൾ താഴെ വീഴാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇതുപോലെ തന്നെ ജോയിസ്റ്റിക്ക് ഇടത്തോട്ടും വലത്തോട്ടും ആക്കണം. എന്നിട്ട് മറ്റേ അറ്റാക്കിന് തൊട്ടപ്പുറത്തുള്ള ബട്ടൺ ഞെക്കിക്കൊണ്ടിരിക്കുക. അത് ഭയങ്കര ഈസിയാണ്, പക്ഷെ ടഫാണ്. എപ്പോൾ നിങ്ങൾ ചെയ്താലും നിങ്ങൾ ഒരു എൻട്രക്കോട് കൈപ്പിടിക്കുക. പിന്നെ ഗോഡ് ബ്രിഡ്ജ്, ഇതാണ് ഏറ്റവും ടഫായിട്ടുള്ള സാധനം. ഒരു ജസ്റ്റ് ഒന്ന് പാളിക്കഴിഞ്ഞാൽ നേരെ ബോഡി പോയിട്ട് കിടക്കും. ഇതെങ്ങനെ പറഞ്ഞിടണമെന്ന് എനിക്കറിയത്തില്ല. അതായത് ക്രൗച്ച് ചെയ്യുക, ചാടിക്കൊണ്ട് ബേക്കിലേക്ക് വരിക, പ്ലേസ് ചെയ്യുക, അത്രയുള്ള സംഭവം. അടുത്തത് മിസ്റ്റർ ബ്രിഡ്ജ്. ഇത് ഞാൻ നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല, എന്നാലും ടഫ് എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഒരു രസമുണ്ട് ഈ സാധനം വെച്ച് പോകുന്ന കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ്, ഒരൊറ്റ വെക്കലാണ്. പക്ഷേ നിങ്ങൾ ഞെക്കുന്നതിൻ്റെ സ്പീഡിലാണ് കാര്യം. നിങ്ങളൊരു 4-5 വട്ടമെങ്കിലും ഒരു ചാടുന്നതിനിടയ്ക്ക് നിങ്ങൾ ഞെക്കണം. അതിലാണ് കഴിവ് വരുന്നത്. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം കളത്തിലേക്ക് ഇറങ്ങുക, ഇല്ലെങ്കിൽ പെട്ടിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു മൊബൈൽ ഫോണിനകത്ത് വീഡിയോ വെച്ചിട്ട് നിങ്ങളുടെ ഫോണിൽ മൈൻക്രാഫ്റ്റ് എടുത്തിട്ട് കളിച്ച് പഠിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് കാണാം. താങ്ക് യു ഗൈസ്.